സുഖമുള്ള വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കൊച്ചു കുട്ടികളും എല്ലാവരും വന്നു നല്ല രീതിയിൽ. അവർ വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ആള് വരുന്നല്ലോ കാണുന്നല്ലോ എന്നുള്ളത് നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടൊരു മനോഹരമായ പാർക്ക് ഒരുക്കിയിരിക്കുകയാണ് ഇവിടെ. ട്രാഫിക് സിഗ്നൽ ചുവപ്പ് കത്തി ഇവിടെ സിഗ്നലിനായി കാത്തിരിക്കുന്നവർക്ക് ഈ വശത്തേക്ക് നോക്കിയാൽ അതൊരു മനോഹര കാഴ്ച തന്നെയാണ്. ആറ്റിങ്ങൽ നഗരസഭാ പരിധിയിലാണ് ഈ കാഴ്ചയൊരുക്കിയിരിക്കുന്നത്. മൂന്നുമുക്ക് ജംഗ്ഷനിൽ ദേശീയപാതയോട് ചേർന്ന് കാട് പിടിച്ച സ്ഥലത്താണ് മനോഹരമായൊരു പാർക്ക് പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യം കാടും പിടിച്ച് ആർക്കും വേണ്ട ഇങ്ങനെയുള്ള സ്ഥലമാണ്. നമ്മളെ ചെയർമാൻ ഇതിനു വേണ്ടി ഇറങ്ങി ഇത്രയും വൃത്തിയാക്കി ഒരു പാർക്കാക്കി. നല്ലൊരു ഇതായി. അതെല്ലാവർക്കും ജനങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു ഐശ്വര്യം കാര്യങ്ങൾ തന്നെ കാണാനും കേൾക്കാനും പിള്ളേർക്ക് കുഞ്ഞുങ്ങൾക്ക് വരാനും കാണാനൊക്കെ പറ്റിയ ഒരു അവസരമാണിത്. ലൈറ്റൊക്കെ ഉണ്ട്. അവർ വന്ന് കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യും. പിന്നെ വൈകുന്നേരം ആകുമ്പോഴേ പിള്ളേരും കുട്ടികളൊക്കെ വന്ന് കാണും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നല്ലൊരു ഐശ്വര്യമാണ്. അവർ വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ആള് വരുന്നല്ലോ കാണുന്നല്ലോ എന്നുള്ളത് നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ട്. സ്ഥലത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ടെന്ന് നഗരസഭാ അധികൃതർക്ക് പരാതി ലഭിച്ചിരുന്നു. പുറംപോക്ക് ഭൂമി എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് നഗരസഭ ആലോചിച്ചു. ഒടുവിൽ മാലിന്യത്തിൽ നിന്ന് ലഭിക്കുന്ന പാഴ്വസ്തുക്കൾ കൊണ്ട് പാർക്ക് നിർമ്മിക്കാൻ ഒരു തീരുമാനമെടുക്കുകയായിരുന്നു. പഴയ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടാണ് പാർക്കിൽ മനോഹരമായ ശില്പങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഹരിതകർമ്മസേന ശേഖരിച്ച 4500ഓളം പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിച്ചാണ് ആനയുടെയും കാക്കയുടെയും രൂപങ്ങൾ നിർമ്മിച്ചത്. അവനവഞ്ചേരി ഹൈസ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ വീടുകളിൽ നിന്ന് ശേഖരിച്ച 700 കുപ്പികളിൽ പഴകിയ പ്ലാസ്റ്റിക് കവറുകൾ നിറച്ച് ഇക്കോ ബ്രിക്കുകളാക്കിയ ശേഷമാണ് പാർക്കിന്റെ ചുറ്റുമതിൽ നിർമ്മിച്ചിരിക്കുന്നത്. 1.5 ലക്ഷം രൂപ ചിലവിട്ട് നിർമ്മിച്ച പാർക്കിന് വിസ്മയ പാർക്ക് എന്ന നാമകരണവും നടത്തി. തുടർന്ന് പരിപാലനത്തിനായി ഹരിതകർമ്മ സേനയ്ക്ക് ചുമതലയും ഏൽപ്പിച്ചു. മാലിന്യ സംസ്കരണവും പുനരുപയോഗവും എന്ന ആശയത്തിലെ റെഫ്യൂസ്, റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്ന മുദ്രാവാക്യം നഗരങ്ങളിൽ ഇതോടെ ആവിഷ്കരിച്ചിരിക്കുകയാണ് നഗരസഭ. വിസ്മയ ന്യൂസ്, ആറ്റിങ്ങൽ.